ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് മന്തി വിശേഷങ്ങളായാലോ. അതിനായിട്ട് കുറച്ച് വലിയ പീസാക്കി ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കനിൽ ഫോർക്ക് ഉപയോഗിച്ച് കുത്തി കൊടുക്കുന്നുണ്ട്, ചിക്കനിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി. പിന്നെ ഇതിലോട്ട് മല്ലിയില, പുതിനയില, ക്യാപ്സിക്കം ഇതെല്ലാം കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, 3-4 മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട്. പിന്നെ സൺഫ്ലവർ ഓയിൽ വീത്തുന്നുണ്ട്. പിന്നെ ഇതിൽ കളർ കിട്ടാൻ വേണ്ടി മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ കളറൊന്നും ചേർക്കണ്ടല്ലോ, അത് ഹെൽത്തി അല്ലല്ലോ. ഏലക്ക, പട്ട, ഗ്രാമ്പു, പിന്നെ ശകല ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പ് കാണുമല്ലോ. എല്ലാം കൂടെ മിക്സാക്കി കുക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ചിക്കൻ വേകുന്ന ടൈം കൊണ്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. സെല്ല ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, ആ രീതിക്കാണ് വെള്ളം എടുക്കുന്നത്. സ്പൈസസ്, ഉണക്കനാരങ്ങ, ഓയിൽ ഇതെല്ലാം കൂടെ തിളച്ച് വരുമ്പോൾ 1 മണിക്കൂർ കുതിർത്ത് വെച്ച അരി ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാൻ മറക്കല്ലേ. വെള്ളം വെട്ടി തിളച്ചപ്പോൾ അരി അതിലോട്ട് ചേർക്കുന്നുണ്ട്. ഒരു 80% വെന്ത് വന്നാൽ മതി. ബാക്കി നമ്മൾ ദമ്മാട്ട് ഇടുന്നത്. ഫ്രൈ ആയ ചിക്കനിലോട്ട് 80% വേവിച്ച റൈസ് ചേർക്കുന്നുണ്ട്. പിന്നെ റൈസിന് കളർ കിട്ടാൻ വേണ്ടി പാലും മഞ്ഞളും കൂടെ കലക്കി ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചവെള്ളവും കൂടെ കുത്തി വയ്ക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചാർക്കോളും കൂടെ വെച്ച് 20 മിനിറ്റ് ദം ചെയ്തെടുക്കുക. 20 മിനിറ്റ് ദം ചെയ്തെടുത്തിട്ടുണ്ട്. ചോറെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. മന്തി ഉണ്ടാക്കാൻ ഇത്രയും സിമ്പിളാണെന്ന് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാട്ടോ മനസ്സിലായത്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു.